ചേലക്കരയിലെയും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം ആർക്കുള്ള സന്ദേശമാണ്? ഭരണവിരുദ്ധ വികാരം കേരളത്തിന്റെ അടിത്തട്ടിൽ നിറഞ്ഞു കിടക്കുകയാണെന്നും അത് പ്രതിഫലിപ്പിക്കും ഈ തെരഞ്ഞെടുപ്പുമെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടിരുന്നുവെങ്കിൽ, UDF അവകാശപ്പെട്ടിരുന്നുവെങ്കിൽ അതവർക്ക് ചേലക്കരയിൽ പ്രകടമാക്കാൻ കഴിഞ്ഞോ? പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ അസാധാരണമായ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുമെന്ന് അവകാശപ്പെട്ട പി സരിന് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നേറ്റം കേവലമായ വോട്ടുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോയോ? പാലക്കാട്ടെ ഷാഫിയുടെ വിജയം പലപ്പോഴും മതേതരമെന്ന വലിയ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഇളവുകൾ കൂടി നേടിക്കൊണ്ടാണ് എന്ന് പറഞ്ഞവർക്ക് ഇത്തവണ ആ വോട്ട് കണക്ക് കാണിക്കാൻ കഴിഞ്ഞു. അപ്പുറം പോയാൽ ഇതൊരു ഭരണവിരുദ്ധതയുടെ ഓഡിറ്റ് മീറ്ററായി തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ, അതോ സർക്കാരിന് അഭിമാനിക്കാൻ കഴിയും വിധം, ആശ്വസിക്കാൻ കഴിയും വിധം ചേലക്കരയിൽ UR പ്രദീപ് നേരത്തെ ഉണ്ടായിരുന്ന തൻ്റെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു എന്നത് ഒരു ഫാക്ടറാണ്. ഒപ്പം പാലക്കാട് വോട്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നും സർക്കാരിന് വേണമെങ്കിൽ വാദിക്കാൻ കഴിയും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സന്ദേശം എന്താണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ. അത് ഓരോ ക്യാമ്പിനകത്തും പുറത്തും ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്താണെന്ന്. നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ആനന്ദ് കൊച്ചുകുടി, മാധ്യമ പ്രവർത്തകൻ, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, വി വസീഫ് DYFI സംസ്ഥാന പ്രസിഡന്റ്, ഒപ്പം ശ്രീ ഷാബു പ്രസാദ് BJP സഹയാത്രികൻ എന്നിവരാണ്. ആദ്യം ശ്രീ ആനന്ദ് കൊച്ചുകുടി, താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം എന്താണ് എന്ന് വിചാരിക്കുന്നു? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സന്ദേശം കേരളത്തിൽ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു വിജയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതിൽ പലതരത്തിലുള്ള വർഗീയത, എല്ലാ തരത്തിലുള്ള വർഗീയതയ്ക്കെതിരെയും ഉള്ള ഒരു വേർഡിക്റ്റായിട്ട്, മാൻഡേറ്റായിട്ട്, ഒരു ഫലമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇതിൽ പാലക്കാട് സവിശേഷമായിട്ട് എല്ലാ തരത്തിലുള്ള വർഗീയതയും പരീക്ഷിച്ച് കൽപ്പാത്തി പോലെയുള്ള സ്ഥലങ്ങളിൽ BJPയുടെ വളരെ വർഗീയമായിട്ടുള്ള തുറന്ന പച്ചയ്ക്ക് വർഗീയത പറയുന്ന ക്യാമ്പയിൻ നടന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. CPMൻ്റെ ഈ സിറാജ്, സുപ്രഭാതം പത്രങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് വേറെ ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിക്കാൻ നോക്കുന്നു. മുനമ്പം വിഷയത്തിൽ ഒരു പക്ഷത്തിൻ്റെ വോട്ട് CPMനും മറുപക്ഷത്തിൻ്റെ വോട്ട് BJPക്കും കിട്ടുന്ന രീതിയിൽ നടത്തിയ രണ്ടുപേരും തമ്മിൽ എന്തോ ഡീലുണ്ടോ എന്ന് സംശയിക്കുന്നു. ഞാനങ്ങനെ ഡീലിൽ വിശ്വസിക്കുന്ന ഒരാളല്ല, പക്ഷേ എങ്കിലും അങ്ങനെ പോലും സംശയിക്കാവുന്ന തരത്തിൽ നടത്തിയ പല നീക്കങ്ങളും ചില സംഘടനാ നേതാക്കളെ കൊണ്ട്, ചില സമസ്തയുടെ നേതാക്കളെ കൊണ്ട്, ചില രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടൊക്കെ പല കാര്യങ്ങളും പറയിക്കുക. മറുവശത്ത് BJP ആണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി തന്നെ ഒരു ദിവസം, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ദിവസം തന്നെ നഷ്ടപ്പെടുത്തി പാലക്കാട് നിന്ന് വണ്ടി പിടിച്ച് മുനമ്പത്ത്, എറണാകുളം ജില്ലയിൽ വന്ന് മുനമ്പത്ത് പോയി അവിടെ പോയി ആൾക്കാരെ കാണുക. പിറ്റേ ദിവസം പാലക്കാട് ബിഷപ്പ് തന്നെ അവിടെ മുനമ്പത്തെത്തുക. ഇതുപോലുള്ള പലതരത്തിലുള്ള നീക്കങ്ങളും നടന്നതിനെ എല്ലാം പരാജയപ്പെടുത്തി. കേരളത്തിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയെ പലപ്പോഴും നമ്മൾ ഈ ഹിന്ദു കമ്മ്യൂണിറ്റി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഏതെങ്കിലും ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ ഏതെങ്കിലും ഒരു ഹിന്ദു നേതാവ് ഹിന്ദു സ്വത്വവാദം പറയുമ്പോൾ അയാളെ സംഘി ചാപ്പയടിക്കുന്ന, സ്വത്ത് രാഷ്ട്രീയം മുസ്ലിം വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കോ മാത്രം എന്തോ അവകാശപ്പെട്ടതാണെന്ന രീതിയിൽ ഹിന്ദു സ്വത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ അത് സംഘി എന്ന രീതിയിൽ പട്ടം ചാർത്തുന്ന ഒരു കാര്യമുണ്ട്. അതുൾപ്പെടെ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് ഉൾപ്പെടെ ഉള്ള ആ എല്ലാ കാര്യങ്ങളും സമഗ്രമായി നമ്മൾ വിലയിരുത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. ചേലക്കരയിൽ ഉള്ള റിസൾട്ട് വെച്ച് CPMകാർ സമർത്ഥിക്കുന്നത് ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ്. പക്ഷേ അവിടെ 20,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട് CPMന്. കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ പോലെയല്ല ഭരണവിരുദ്ധ വികാരം, അത് സ്പ്ലിറ്റാകുന്നു. 4,000 വോട്ട് സുധീർ പിടിച്ചിട്ടുണ്ട്. 10,000 വോട്ടിനോട് അടുത്ത് BJP കൂട്ടിയിട്ടുണ്ട്. കോൺഗ്രസ്സിന് 10,000 വോട്ട് കൂടിയപ്പോൾ ചേലക്കരയിലെ 10,000 അല്ലെങ്കിൽ 20,000 CPMന് നഷ്ടപ്പെട്ടിട്ടും 54-ൽ നിന്ന് 41-ലേക്ക് അവരുടെ ശതമാനം കുറഞ്ഞിട്ടും അവർക്ക് ആ സീറ്റ് നിലനിർത്താനായി. കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയുടെ ഒറ്റ കാരണത്താൽ ആണ് ചേലക്കര പരാജയപ്പെട്ടതെന്ന് ഞാനിപ്പോൾ പറയുന്നു. അതാണ് ചേലക്കരയിലെയും ഈ പാലക്കാട്ടെയും രാഷ്ട്രീയ സന്ദേശത്തെക്കുറിച്ചാണ് ശ്രീ ആനന്ദ് കൊച്ചുകുടി സംസാരിക്കുന്നത്. ആദ്യം നമ്മൾ വീണ്ടും CPIMന്റെ പ്രതിനിധി വി വസീഫ് നമ്മോടൊപ്പം ചേരുന്നു. വസീഫ്, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ചേലക്കരയിൽ
39,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ വീണുപോകുന്നു 12,000-ലേക്ക് എന്ന് മാത്രവുമല്ല, അവിടെ BJP വലിയ ഒരു മുന്നേറ്റം അവരുടെ വോട്ട് ശതമാനത്തിൽ ഉണ്ടാക്കുന്നു. ചേലക്കരയിൽ BJP പിടിച്ച വോട്ട് ഒട്ടും നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങളുടെ ഭൂരിപക്ഷം കുറയുകയാണ് നിങ്ങളുടെ ഒരു ചെങ്കോട്ടയിൽ എന്ന് മാത്രവുമല്ല, പാലക്കാട്ടേക്ക് വന്നാൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക്, നിങ്ങൾ അസാധാരണമായ നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെ പ്ലാൻ ചെയ്ത സ്ഥാനാർത്ഥിയാണല്ലോ, അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി കാണുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ, എന്താണ് നിങ്ങൾ വിശദീകരിക്കുന്നത്? ഞാനിവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരെ കേട്ടിട്ടില്ല. ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ചയിലായിരുന്നു. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് നിഷാദെ ഈ തിരഞ്ഞെടുപ്പ്. കാരണം ഞങ്ങൾ ഏറ്റുമുട്ടിയത് ആരോടൊക്കെയാണ്? കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഒരു വശത്ത് നിൽക്കുന്നു. കേരളത്തിലെ ജാതി മത സംഘടനകൾ, അതിൽ പ്രത്യേകിച്ച് SDPI, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ BJPയുടെ ഒരു വിഭാഗം, എല്ലാവരും ഞങ്ങളെ ആക്രമിക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗത്തോട് ഏറ്റുമുട്ടി ചേലക്കരയിൽ ഞങ്ങൾ മിന്നുന്ന വിജയമാണ് നേടിയത്. നിങ്ങളിപ്പോൾ പറയും അവിടെ ഇത്ര വോട്ട് കുറഞ്ഞു എന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത്. തൊട്ട് മുമ്പ് ഇപ്പോൾ അവിടെ നിയമസഭയിൽ മത്സരിച്ച അതേ സ്ഥാനാർത്ഥി, UDFൻ്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ ലോക്സഭയിൽ മത്സരിച്ചു. ഒരു 3-4 മാസങ്ങൾക്ക്, ഒരു 5 മാസങ്ങൾക്ക് മുമ്പ്. നമ്മൾ മറന്നുപോയോ? അന്ന് കിട്ടിയ വോട്ട് ഞങ്ങൾക്ക് 5200 ലീഡ്. അതിൽ നിന്ന് ഞങ്ങൾ അത് ഇരട്ടിയാക്കുകയാണ് ഉണ്ടായത്. 12,000-ലേക്ക് ഞങ്ങൾ വോട്ട് എത്തിച്ചതാണ്. അതുപോലെ പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ നാടകീയ രംഗങ്ങൾ. ഞങ്ങളൊരു നാടകീയതക്കും പാലക്കാട് നേതൃത്വം കൊടുത്തിട്ടില്ല. അവിടെ നാടകീയത ഉണ്ടാക്കിയതൊക്കെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസിൻ്റെ AICCക്ക് കത്തയച്ചത് DCC ആയിരുന്നില്ലേ? DCC അയച്ച കത്തല്ലേ സ്ഥാനാർത്ഥിയെ വേണ്ട എന്നുള്ളത്? ഞങ്ങൾ അയച്ച കത്ത അല്ലല്ലോ, DCC അയച്ച കത്താണ്. ആ കത്തിനെ കുറിച്ച് ഇവർ ഒന്നും പറയുന്നില്ലല്ലോ, ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. അവരാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇങ്ങോട്ട് 10 പേരാണ് കോൺഗ്രസ് ഉപജാപക സംഘങ്ങളുടെ പിടിയിലാണോ? ഇവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണോ? മുനിസിപ്പാലിറ്റി BJPക്ക് കൊടുത്ത് ഇവർ എന്ത് ചെയ്യുന്നു? MLA സീറ്റ് ഇവർ വാങ്ങിയെടുക്കുന്നു. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഈ 10 പേരാണ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വന്ന മുനിസിപ്പൽ കൗൺസിലർമാരായിട്ടുള്ളവർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഭാസ്കരേട്ടൻ തന്നെ അവസാന ദിവസം പറയുകയാണ്. അങ്ങനെ ഇവർ തന്നെയാണ് ഇതെല്ലാം മുന്നോട്ട് വെക്കുന്നത്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. അതെല്ലാം ഞങ്ങൾ ഇപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കെതിരെ നമ്മൾ കാണേണ്ടത് ആ നിയോജക മണ്ഡലത്തിൽ തന്നെ ഒട്ടും വികസനം ഇല്ല. അതോടൊപ്പം മുനിസിപ്പാലിറ്റി അപ്പാടെ മോശം. ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് BJP മുനിസിപ്പാലിറ്റി. ഈ ഷാഫി പറമ്പിൽ MLA നമുക്കെല്ലാവർക്കും, നിങ്ങളൊക്കെ ഈ റീൽസിലും അതുപോലെ തന്നെ വീഡിയോയിലും ഒക്കെ കണ്ട് എന്തോ സംഭവമാണ് എന്നൊക്കെ രീതിയിൽ അവതരിപ്പിക്കുക. ആ മണ്ഡലത്തിൽ ഈ വികസന വിരുദ്ധതയ്ക്കെതിരെ അദ്ദേഹം സംസാരിച്ചു ഈ അടുത്ത് അവസാന നിമിഷങ്ങളിൽ മുനിസിപ്പാലിറ്റിക്കെതിരെ. എന്നാൽ ഇത്രയും കാലമായിട്ട് ഈ മുനിസിപ്പാലിറ്റിക്കെതിരെ ശബ്ദമുയർത്താൻ അവർ തെറ്റായ രീതിയിലാണ് പോകുന്നതെന്നും അവർ വികസന വിരുദ്ധരാണ് എന്നും പറയാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ലല്ലോ. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഏതെങ്കിലും, ഇപ്പോൾ അവിടുത്തെ ടൗൺ ഹാള് 8 വർഷമായി പൊളിച്ചിട്ടിട്ട്, അവിടുത്തെ മുനിസിപ്പൽ സ്റ്റേഡിയം, ഇതെല്ലാം പൊളിച്ചിട്ട് ആ നാടിനെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് അവിടുത്തെ ഭരണാധികാരികൾ ഉള്ളത്, അവിടുത്തെ MLA ഉള്ളത്. എന്നിട്ട് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമാണ് മുനിസിപ്പാലിറ്റിക്കെതിരെ ഒരു അക്ഷരം മിണ്ടുന്നത്. ഇതാ ഞങ്ങൾ പറഞ്ഞത്. ആ മുനിസിപ്പാലിറ്റിയുടെ മുകളിൽ RSSന്റെ കൊടി കെട്ടി. RSSന്റെ കൊടി കെട്ടിയ സമയത്ത് ആ കൊടി അയച്ചു മാറ്റിയത് ഞങ്ങളാണ്, DYFI ആണ്. അവിടെ എവിടെയും കോൺഗ്രസിനെയോ യൂത്ത് കോൺഗ്രസിനെയോ കണ്ടിട്ടില്ല. അപ്പോൾ BJPക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ ഡീൽ ഉറപ്പിച്ചു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തിയിലൂടെ ഇവർ കാണിക്കണ്ടേ? വസീഫിന്റെ ആക്ഷേപം എന്താണ്? ഇപ്പോഴത്തെ ഈ വിജയം BJPയുടെ ക്യാമ്പിലടക്കം ഉണ്ടാക്കിയിട്ടുള്ള, ബേസിലടക്കം വിള്ളലുണ്ടാക്കി നേടിയ ഈ വിജയം, അത് ഒരു മതേതരത്വത്തിന്റെ പൂർണ്ണ വിജയം എന്ന് കരുതാൻ കഴിയുന്നത് ഡീലാണെന്ന് പറയാണോ? BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പറയുന്നുണ്ട് BJPയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും BJPക്കെതിരെയും അവിടെ വലിയ വിമർശനമുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി പാൽ സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കും, നിയോജക മണ്ഡലം വന്നാൽ മത്സരിക്കും, അദ്ദേഹം പിന്നെ മുനിസിപ്പാലിറ്റി മത്സരിക്കും, ലോകസഭയിൽ അദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപവും വിമർശനവും അവിടെ ഉണ്ട്. മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള വിമർശനമുണ്ട് BJPക്കെതിരെ. BJP ഒരിക്കലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കില്ല എന്നുള്ള വലിയ വിമർശനവുമുണ്ട്. അവർക്കിടയിലെ വലിയ പടലപ്പിണക്കങ്ങൾ, ആ പടലപ്പിണക്കങ്ങളിൽ നിന്ന് ഇവർ ഡീലാക്കിയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. BJPയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട്
കോൺഗ്രസ് വാങ്ങും എന്നുള്ള ധാരണ നമ്മൾ കാണുന്ന ഒരു വശത്ത്. അതോടൊപ്പം BJP പേടി. അവർ തുടക്കം മുതൽ K മുരളീധരൻ വരെ LDF-ഉം UDF-ഉം തമ്മിൽ ആ മത്സരം എന്ന് പറഞ്ഞിട്ടും അത് പറയാൻ തയ്യാറാകാതെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അല്ല BJP-യുമായിട്ടാണ് മത്സരം, BJP ഇതാ ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് അതിന് സൗകര്യപ്പെടുത്തുന്ന തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും എൻ്റെ കയ്യിലുള്ളത് അവരിറക്കിയ നോട്ടീസുകളാണ്, പള്ളിക്ക് മുമ്പിൽ അവർ വിതരണം ചെയ്ത നോട്ടീസുകളാണ്. ഇത്രയധികം പ്രചരണം അവരൊരു ഏകീകരണത്തിന്. ഇവിടെ CPM-ന് വോട്ട് ചെയ്താൽ BJP വിജയിക്കും, അതായിരുന്നു അവരുടെ പ്രൊപ്പഗണ്ട. അങ്ങനെ CPM-ന് വോട്ടമർത്തിയാൽ, ടെലസ്കോപ്പിന് വോട്ട് ചെയ്താൽ നിങ്ങൾ BJP-യെ വിജയിപ്പിക്കും എന്ന പ്രചരണം വ്യാപകമായി ഇവർ നടത്തുന്നു. അങ്ങനെ നടത്തി ഒരു ഏകീകരണം ഇപ്പുറത്തുനിന്നുണ്ടാക്കുന്നു. അതോടൊപ്പം BJP-യുടെ വോട്ടുകൾ വാങ്ങാൻ ആവശ്യമായ ഇടപെടൽ നടത്തുന്നു. അവിടുത്തെ വോട്ടിംഗ് സമവാക്യങ്ങൾ, സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാം, എത്ര പെർസെൻറ്റേജ് ഉണ്ട് ഓരോ വിഭാഗത്തിൻ്റെ വോട്ടുകൾ എന്നുള്ളതെല്ലാം. അപ്പോൾ ഇങ്ങനെ ഒരു കേന്ദ്രീകരണത്തിലേക്ക് അവരെത്തുകയും അങ്ങനെ അവർ വിജയിക്കുകയും ചെയ്യുന്നു. അവരുടെ വിജയത്തെ മോശമാക്കി കാണുന്നൊന്നുമില്ല, വിജയിച്ചവരെ അഭിനന്ദിക്കുന്നു, അതിലൊന്നും എതിർപ്പില്ല. പക്ഷെ ഇവിടെ ഇവർ പരിശ്രമിച്ചത് ഇപ്പോൾ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ ഞങ്ങളും ജിൻഡോ ജോൺ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത് ഇങ്ങനെ ഒരു വിജയം CPIM-ന് ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് BJP-യുമായി ധാരണ ഉണ്ടാക്കി വിജയിച്ചു എന്ന് ആക്ഷേപിക്കാൻ നിങ്ങൾ മടിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ ജയിക്കുന്നു, BJP-യുടെ കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കി ജയിക്കുമ്പോൾ അത് മതനിരപേക്ഷതയുടെ മഹാവിജയം എന്ന നിലയ്ക്ക് നിങ്ങളൊരു ആഖ്യാനം പറയുകയാണ്. മറിച്ചായിരുന്നുവെങ്കിൽ നിങ്ങളത് BJP-യുമായി ഡീൽ CPM ഉണ്ടാക്കി എന്ന് പറഞ്ഞേനെ എന്നാണ് ഒരു വാദം. രണ്ടാമത്തേത്, ഇപ്പം മുസ്ലിം പോക്കറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തതിനെ ആക്ഷേപിക്കുന്ന നിങ്ങൾ അതേ മുസ്ലിം ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യേകമായ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേറെ പണിയെടുത്തു എന്നതടക്കമുള്ള ആക്ഷേപം വേറെയും ഉന്നയിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വിജയത്തിനകത്ത് ഇങ്ങനെ ചില ഘടകങ്ങളുണ്ട് എന്ന് പറയുന്നതിനോടുള്ള മറുപടി എന്താണ്? നിഷാദെ, ഇന്നത്തെ ദിവസം എനിക്ക് അദ്ദേഹത്തിന് കൊടുത്ത അത്രയും തന്നെ സമയം എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഞാൻ അവർ കൂടുതൽ പറഞ്ഞാൽ എനിക്ക് പരാതിയില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഇവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വോട്ടെടുപ്പിൻ്റെ അന്ന് വൈകുന്നേരം വരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലേ ഇന്നിപ്പോൾ വസീഫ് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത്? വസീഫ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞ കാര്യമല്ലേ? വസീഫ് വീണ്ടും അതിങ്ങനെ ചർവണം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഓരോന്നിലേക്ക് വരാം. അതിനു മുമ്പ് പാലക്കാട് ആ മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഏറ്റവും വലിയ വിജയം, ചരിത്ര വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടിയത്. നിങ്ങൾ പറഞ്ഞതുപോലെ BJP-യുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു എങ്കിൽ ഞങ്ങളവിടെ അവരുടെ കോട്ടകളിൽ പോലും വിള്ളലുണ്ടാക്കി ജയിക്കാൻ പറ്റുമോ? അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലം അവർ നിയമത്തിന് ശേഷം ഇനി ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അവരുടെ നേതാക്കന്മാർ, കേന്ദ്ര നേതാക്കന്മാരടക്കം നിരന്തരം വിളിച്ചു പറയുന്ന ഒരു മണ്ഡലത്തിൽ അവർ ഞങ്ങൾക്ക് വോട്ട് മറിച്ചു തന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വസീഫിന്റെ പാർട്ടിയിൽ ആരെങ്കിലും സമ്മതിക്കുമോ? വസീഫ് പറഞ്ഞ അങ്ങനെ BJP-ക്ക് അങ്ങനെ ഒത്തൊരുമയോടെ BJP ജയിക്കാൻ മത്സരിച്ച സ്ഥലമല്ല. അവിടെ ഒരു ഗ്രൂപ്പ്, അവിടെ BJP നേതൃത്വത്തോട് വിയോജിപ്പുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിനെ നിങ്ങൾ പർച്ചേസ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം അങ്ങനെ എന്താ പറയാ, നിങ്ങൾ പർച്ചേസ് ഒന്നല്ല, അങ്ങനെ ഒരു ആക്ഷേപത്തിന്റെ സാധ്യത ഉണ്ടെന്ന് പറയാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞല്ലോ, കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയതിനെ കുറിച്ചിട്ടാണ് വസീഫ് ഇത്ര നേരം പറഞ്ഞത്. BJP-യിൽ നിന്ന് വിട്ടുപോയ സന്ദീപ് വാര്യരെ കുറിച്ചോ BJP-യിലുള്ള ശിവരാജനെ പോലുള്ള കേന്ദ്ര കമ്മിറ്റി നേതാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തെയോ, ശോഭാ സുരേന്ദ്രന്റെ ഫ്ലെക്സ് വെച്ച ആളുകളെയോ അഭിപ്രായ വ്യത്യാസമുള്ളവരോ, കൃഷ്ണകുമാറിനെതിരെ സംസാരിക്കുന്ന കൗൺസിലർമാരെ കുറിച്ചോ ഒന്നും CPM-ന്റെ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അവസാനിക്കുന്നവരെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് വിട്ടുപോകുന്ന ചില ആളുകളെ കുറിച്ചിട്ടാണ് ഇവർ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു, കോൺഗ്രസിനകത്തുള്ള ആളുകൾ പുറത്തേക്ക് വന്നു, അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ പുറത്തേക്ക് വന്നു, അവരൊക്കെ നിങ്ങൾ എടുത്തു. ബാക്കി മുഴുവൻ പേരും എണ്ണയിട്ട യന്ത്രം പോലെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ CPM-നകത്ത് ഷുക്കൂറിനെ കഴുത്തെ പിടിച്ച് ഞെരിച്ച് കൊണ്ടുപോയി നിങ്ങൾ പ്രശ്നമില്ലാന്ന് പറഞ്ഞാലും ഷുക്കൂറിനെ പോലുള്ള ആളുകളുടെ മനോവികാരം നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായില്ലേ? സമാനമാണ് BJP-യിലും. അവിടെ ഉറക്കെ ശബ്ദിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് അവർ അതിനകത്ത് അടങ്ങി നിന്നു എന്നുള്ളൂ. പക്ഷെ BJP-യുടെ കോട്ടകളിൽ പോലും വിള്ളലുണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് അത് വർഗീയതയ്ക്കെതിരെയുള്ള വിജയമാണ്. അത് കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം നോർത്ത് ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം കൂടിയാണ്. ഈ സംസ്ഥാനത്തെ ആളുകൾ കൃത്യമായിട്ട് വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കാൻ ശേഷിയുള്ള ജനാധിപത്യ ബോധമുള്ള പൗരബോധമുള്ള മനുഷ്യരാണെന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് പാലക്കാട് നിന്ന് വന്നത്. വയനാടിനെ കുറിച്ച് പിന്നെ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. 10% വോട്ടിംഗ് ശതമാനം 10% കുറയുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? അവസാനം ഞങ്ങൾ പറഞ്ഞില്ലേ, CPM-ന്റെയും അതുപോലെ BJP-യുടെയും ആളുകളാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത്. അവർ വന്നാൽ കോൺഗ്രസിന് ചെയ്യണം, അങ്ങനെ ചെയ്യാൻ മനോവേഷം ഉള്ളതുകൊണ്ട് അവർ വോട്ടെടുപ്പിൽ
പങ്കെടുത്തില്ല. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഞങ്ങൾ ആദ്യം പറഞ്ഞ 5 ലക്ഷത്തേലും കടന്നു പോകുമായിരുന്നു. അതിന്റെ മുഴുവൻ കണക്ക് നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്ക് കണക്ക് വെച്ച് വേണമെങ്കിൽ സംസാരിക്കാം. ഞാൻ അതിനപ്പുറത്തേക്ക് താങ്കൾ ചേലക്കരയെ കുറിച്ചിട്ട് പറഞ്ഞു. ചേലക്കരയിൽ രമ്യ ഹരിദാസിന്, അതായത് UDF സ്ഥാനാർത്ഥിക്ക് 10,000-ഓളം വോട്ട് കൂടുമ്പോൾ LDFന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 26,000 വോട്ട് കുറയുകയാണ്. അത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷനിൽ കിട്ടിയ വോട്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. അതിന് കാരണം നിയമസഭയുടെ വോട്ടിംഗ് പാറ്റേണും ലോക്സഭയുടെ വോട്ടിംഗ് പാറ്റേണും രണ്ടും രണ്ടാണെന്നുള്ളല്ലോ നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂർ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റപ്പോൾ പറഞ്ഞിരുന്ന കഥ. തൃശ്ശൂർ നിങ്ങളുടെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ വോട്ട്, അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി സുനിൽകുമാറിന് കിട്ടിയ വോട്ടും തമ്മിൽ പരിശോധിക്കുമ്പോൾ 1,47,000 വോട്ടിന്റെ വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന്. ഇപ്പോൾ ഞങ്ങൾ അതാ പറയുന്നത്. നിങ്ങൾ അന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ച സ്കെയിൽ വെച്ച് ഞാൻ നിങ്ങളെ ഇളക്കുകയാണ്. അന്ന് നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ 76,000 വോട്ട് ചോർന്നത് കൊണ്ടാണ് BJP ജയിച്ചതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ 1,47,000 വോട്ട് നിയമസഭയിൽ കിട്ടിയതിനേക്കാൾ ലോക്സഭയിൽ ചോർന്നതിനെ കുറിച്ച് നിങ്ങൾ പറയാതെ പോയി. ഇപ്പോൾ പിന്നെ എന്താ നിങ്ങൾ ചേലക്കരയുടെ റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ടും ഈ ബൈ ഇലക്ഷനിൽ നിയമസഭാ ബൈ ഇലക്ഷനിൽ പിടിച്ച വോട്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ വരുന്നത്? നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ മറ്റൊന്നുമില്ല. ഭരണവിരുദ്ധ തരംഗം കേരളത്തിലുണ്ട്. അതിന്റെ ലക്ഷണമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ തരംഗമാണ് പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും തെളിഞ്ഞിട്ടുള്ളത്. ഇനി താങ്കൾ പറഞ്ഞ ഓരോ കാര്യത്തെ ഞാൻ പെട്ടെന്ന് പറയാം. നിങ്ങൾക്ക് PDP പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. PDPയുടെ അബ്ദുൾ നാസർ മദനി അടക്കമുള്ള ആളുകൾ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളാണെന്ന് P ജയരാജനെ പോലുള്ള നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. വലിയ വിവാദങ്ങൾ ഉണ്ടായല്ലോ. ആ PDP നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ SDPIക്കാരുടെ ആരെ ഓഫീസിൽ പോയി ഞങ്ങൾക്ക് പിന്തുണയ്ക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സന്ദർശനം നടത്തി പിന്തുണ അഭ്യർത്ഥിച്ച വോട്ട് മേടിച്ചിട്ടുള്ള പാർട്ടിയുടെ നേതാവാണ് പിണറായി വിജയൻ. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. നമ്മൾ കിട്ടുന്ന വോട്ടൊക്കെ മേടിച്ച് കാലാകാലങ്ങളിൽ ജയിച്ചതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി മോശമാണ്, മതരാഷ്ട്രവാദിയാണ്, SDPIക്കാർ മോശമാണെന്നൊക്കെ പറയും. നിങ്ങൾ ഇത് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ RSSനെ അതേ അളവിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതിരോധിക്കാത്തത്? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടി അറിയാൻ വേണ്ടിയിട്ട് RSS നേതാക്കന്മാരോട് BJP നേതാക്കന്മാരുടെ ഒപ്പം നിങ്ങൾ ലിവിംഗ് ടുഗദർ ആയിട്ടല്ലേ KPM ഹോട്ടലിന്റെ പുറത്തേക്ക് വന്നത്? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ അല്ലെങ്കിൽ SDPIയെ വിമർശിക്കുന്ന അതേ നാവ് കൊണ്ട് എന്തുകൊണ്ട് PDPയെ വിമർശിക്കാത്തത്? എന്തുകൊണ്ട് RSSനെ വിമർശിക്കാത്തത്? നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. ഞങ്ങൾ ആരുടെയും വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു മതരാഷ്ട്രവാദികളുടെയും ഒരു തീവ്രവാദ സംഘടനയുടെയും വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് വോട്ട് ചെയ്തവരിൽ CPM-മാരുണ്ട്, ഞങ്ങൾക്ക് വോട്ട് ചെയ്തതിൽ RSSകാരുണ്ട്, ഞങ്ങൾക്ക് വോട്ട് ചെയ്തതിൽ SDPIക്കാരുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, PDPക്കാരും ഉണ്ടാകാം. ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് കേരളത്തിലെ പാലക്കാട്ടത്തെയും ചേലക്കരയിലെയും വയനാട്ടിലെയും മനുഷ്യരാണ് വോട്ട് ചെയ്തത്. പൗരന്മാരാണ്, വോട്ടവകാശമുള്ള ആളുകളാണ് വോട്ട് ചെയ്തത്. നിങ്ങൾ വോട്ടെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ MP ഗോവിന്ദൻ പറഞ്ഞ എന്താ നിഷാദേ? അവർ പറഞ്ഞത് SNDPയുടെ വോട്ട് കിട്ടിയില്ല, ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് കിട്ടിയില്ല, CPM-ൽ നിന്ന് അവർ അകന്നുപോയി, ന്യൂനപക്ഷ സമുദായങ്ങൾ UDF-ലേക്ക് ഏകീകരിക്കപ്പെട്ടു എന്ന്. നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ ആ തോറ്റതിന്റെ കാരണം കണ്ടെത്തുന്നത് മതന്യൂനപക്ഷങ്ങളെയും മതഭൂരിപക്ഷങ്ങളെയും തമ്മിലുള്ള ആ കമ്പാരിസണിലല്ല. ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8.5 വർഷക്കാലമായിട്ട് മനുഷ്യർക്ക് നേരിട്ട് ഫീൽ ചെയ്യുന്ന എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയണ്ടേ? ഇവര് പത്രത്തിൽ പരസ്യം കൊടുത്തതിനെ കുറിച്ച് പറയുന്നു. ഈ സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു ഭരണ നേട്ടം വെച്ചിട്ടാണ് ആ സിറാജിലും അതുപോലെ സുപ്രഭാതത്തിലും പരസ്യം കൊടുത്തെങ്കിൽ ചിലപ്പോൾ കുറച്ച് വോട്ട് കൂടി കിട്ടിയാനില്ലേ? നിങ്ങൾക്ക് നാണമില്ല ഇത്തരം ആരോപണങ്ങളൊക്കെ പറയാൻ തെരഞ്ഞെടുപ്പിന് ശേഷം? പിന്നെ നിങ്ങൾ പറയുന്നത് വികസനത്തെക്കുറിച്ച്. പാലക്കാടും ചേലക്കരയും നമുക്ക് കമ്പയർ ചെയ്യാം. മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചേലക്കരയിൽ പോയില്ലേ? ചേലക്കരയിലെ PWD റോഡിന് പുറത്ത് ഏത് റോഡാണ് വസീഫെ നല്ലൊരു റോഡുള്ളത്? ഇപ്പോഴും ആ മണ്ഡലത്തിൽ ടാർപോളിൻ ഷീറ്റിൻ അടിയിൽ കിടക്കുന്ന മനുഷ്യരല്ലേ ഉള്ളത്? 1,26,000 പേര് ലൈഫ് മിഷനിൽ അടുത്ത ഗഡു കിട്ടാത്തതിന്റെ പേരിൽ മേൽക്കൂര ഇല്ലാത്ത വീട്ടിൽ വാഴ വെച്ച് കിടക്കുന്ന ഗതികേടി കിടക്കുമ്പോൾ ചേലക്കര മണ്ഡലമാണ് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഗതിയിൽ ജനങ്ങൾ ജീവിക്കുന്ന മണ്ഡലം എന്ന് തിരിച്ചറിഞ്ഞില്ല. നമ്മൾ ഒരു ബൈ ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ UR പ്രദീപിനോട് പറയുന്നത്, നിങ്ങൾക്ക് സർക്കാരിലുള്ള ഒരു ബന്ധം വെച്ചിട്ട് നിങ്ങൾ പിണറായി വിജയനോട് അഭ്യർത്ഥിക്കണം, എൻ്റെ മണ്ഡലത്തെ കഴിഞ്ഞ 28 വർഷമായിട്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ല. ആ ജനതയെ ഇപ്പോഴും CPM-ന് വേണ്ടിയിട്ട് പിന്തുണച്ച് വോട്ട് ചെയ്യുന്ന ആ ജനതയ്ക്ക് വികസനം എന്തെന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരം ഇനിയുള്ള 1.5 കൊല്ലത്തിനുള്ളിലെങ്കിലും നടത്തി തരണമെന്ന് പറയണം. പിന്നെ പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾ പരാതി പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നവകേരള സദസ്സ് നടത്തിയത് നിങ്ങളുമായിട്ട് സഹകരിക്കാത്ത MLA-മാർ ഇല്ലെങ്കിൽ ആ MLA-മാരുടെ മണ്ഡലത്തിൽ നിങ്ങൾ നേരിട്ട് വികസനം നടത്തുമെന്നല്ലേ പറഞ്ഞേ? നിങ്ങളുടെ ആ നേരിട്ടുള്ള വികസനം ജിൻഡോ, ഞാൻ തുടക്കത്തിൽ താങ്കൾ മതിയായ സമയം ചോദിച്ചുകൊണ്ട് താങ്കൾക്ക് മതിയായ സമയം തന്നിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ്. താങ്കളുടെ പോർഷനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അപ്പുറത്തേക്കൊന്ന് പോകുന്നതിന് മുൻപ് ശ്രീ ഷാബു പ്രസാദ് നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ ഷാബു പ്രസാദ്, BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സര ഭൂമികയിൽ അവർക്ക് ഈ വിധമുള്ള തകർച്ച ഉണ്ടാകുന്നതിന്
അതിൻ്റെ അടിസ്ഥാന കാരണം അതിൻ്റെ ആഭ്യന്തര ശൈഥില്യങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണങ്ങൾ അതിനകത്ത് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ സമ്പൂർണ്ണമായ പരാജയത്തിൻ്റെ പ്രകടോദാഹരണമാണ് എന്ന നിലയ്ക്കുള്ള കമൻസ് കാണുന്നുണ്ട്. സത്യത്തിൽ ഇത് BJP ലീഡർഷിപ്പിൻ്റെ സ്ട്രാറ്റജിയുടെ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളുടെ എടുക്കേണ്ട അജണ്ടകളുടെ അതിൻ്റെയൊക്കെ ഒരു സമ്പൂർണ്ണമായ തകർച്ചയാണോ ഷാബു? നിഷാദേ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമായ ഏത് തെരഞ്ഞെടുപ്പായിക്കോട്ടെ, തെരഞ്ഞെടുപ്പിൻ്റെ വിജയമായാലും ശരി പരാജയമായാലും ശരി, അതിൻ്റെ ഉത്തരവാദിത്വം അൾട്ടിമേറ്റ്ലി അതിൻ്റെ ലീഡർഷിപ്പിന് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല. ആ പരാജയത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളിൽ നിന്ന്, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു നേതൃത്വത്തിനും ഒളിച്ചോടാൻ കഴിയില്ല, ഒളിച്ചോടാൻ പാടില്ല. അത് ഏറ്റെടുത്ത് അത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഏത് രാഷ്ട്രീയ പാർട്ടിയും അതാണ് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് നമ്മളത് കാണുന്നത്, അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കേരളത്തിലെ BJP ലീഡർഷിപ്പിനുണ്ട്. അതിൻ്റെ അകത്തൊരു സംശയവും വേണ്ട. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പം നമ്മൾ കുറച്ച് കാലമായിട്ട് അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ എക്സ്ക്യൂസസ് അല്ല പറയുന്നത്, ഞാൻ ക്രിട്ടിക്കലായിട്ട് തന്നെ വിലയിരുത്തുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ നോക്കിയുള്ളൂ, ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു പാറ്റേൺ ഉണ്ട്. കേരളത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ എല്ലാം അതിൽ അപവാദങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, വട്ടിയൂർക്കാവ് ഇല്ല. അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. ആരാണോ ആ സീറ്റ് ഹോൾഡ് ചെയ്യുന്നത് അവരെ തന്നെ അത് ഏൽപ്പിക്കുക, അവർ തന്നെ വിജയിക്കുക എന്നുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അത് ഒരു ചെറിയ പെർസെൻറ്റേജ് ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഞാൻ അതിൻ്റെ ഇതില്ല, അതുണ്ട്. അതിവിടെയും റിഫ്ലക്റ്റ് ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് ചേലക്കരയിലായാലും ശരി, വയനാടായാലും ശരി, പുതുപ്പള്ളി, അതെല്ലാം നമ്മൾ നോക്കിക്കോളൂ. അത് പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ BJP ആയാലും കോൺഗ്രസ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭയങ്കര അത്യന്തം ആവേശത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ ഇത് ജനങ്ങളിലേക്ക് ഈ ആവേശമൊന്നും പോയിട്ടില്ല. കാര്യം ജനങ്ങൾ വോട്ട് ചെയ്യേണ്ട സാധാരണക്കാർ ഇതിനെ കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലോ പൊളിറ്റിക്കൽ ഇക്വേഷൻസിലോ ഒന്നും ഒരു മാറ്റവും വരുത്താത്ത കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ട് മാത്രമാണ് ആവേശം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഷാബു പ്രസാദ്, നോക്കൂ, ഇപ്പം ഉപതെരഞ്ഞെടുപ്പുകളിൽ അതത് മുന്നണികളെ നിലനിർത്തുക എന്ന സമീപനം പൊതുവെ മലയാളിക്കുണ്ടെന്ന് പറയുമ്പോൾ BJP എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ച് അവർക്കൊരു ബേസ് വോട്ടുണ്ട്. നിങ്ങൾ അവകാശപ്പെട്ട അല്ലെങ്കിൽ BJP അവകാശപ്പെട്ട ഒരു വോട്ട്, ആ വോട്ട് നഗരസഭയിൽ ആദ്യത്തെ 8 റൗണ്ട് വരെ മറ്റാർക്കും ഭൂരിപക്ഷമില്ലാതെ BJPയുടെ അജയ യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 4ാം റൗണ്ടിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് എടുക്കുന്നു പറയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കൃഷ്ണകുമാറിന്റെ തകർന്ന മുഖമാണ്. കാരണം ഇനി മുന്നോട്ട് സാധ്യതകളില്ല. എവിടെയാണിത് പോയത്? അപ്പോഴാണ് അവിടെ സ്ഥാനാർത്ഥി നിർണയം. ഇപ്പം ചേലക്കരയിലെ കാര്യം എല്ലാവരും പറയുന്നു. CPM-ന് UDF-ന് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായിരുന്നു ഒരു പ്രധാന തടസ്സം. ആ പാർട്ടി തന്നെ അതിലെ ആളുകൾ തന്നെ വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ചോദിച്ച സ്ട്രാറ്റജിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൃഷ്ണകുമാർ എല്ലാവരും ആരോപിക്കുന്നത് പോലെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ എപ്പോഴും ഒരേ ആൾ മത്സരിക്കുന്നു, ഒരേ ആളെ കണ്ട് മടുക്കുന്നു ജനങ്ങൾക്ക് എന്ന പ്രശ്നം. ശോഭാ സുരേന്ദ്രനെ പോലെ ഈ സംസ്ഥാനത്ത് എവിടെ കൊണ്ടുപോയിട്ടാലും നന്നായി മത്സരിക്കാൻ ശേഷിയുള്ള ഒരാളെ അവഗണിച്ചു എന്ന ഫീൽ, ഇത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ സവിശേഷമായ താല്പര്യത്തിൻ്റെ ഒരു പ്രകടനം. ഇതൊക്കെ കാണുമ്പോൾ BJPക്ക് വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ആളുകൾ പോലും ഇവരുടെ ഈ ഒരു സമീപന ശൈലിയോടുള്ള വിയോജിപ്പ് അതൊരു ഘടകമല്ലേ ചോദിക്കാൻ ഞാൻ, മറ്റേതൊക്കെ മാറ്റി നിർത്തിയാൽ. ഓക്കെ, അത് ഞാൻ അതിലേക്ക് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതായത് നഗരസഭയിലെ BJPയുടെ ഒരു ഉരുക്കുകോട്ടയാണത്. അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഒരു ഓവർ കോൺഫിഡൻസ് BJPക്ക് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. മറ്റൊന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉപതെരഞ്ഞെടുപ്പാണ്. 7% വോട്ടാണ് കുറഞ്ഞത്. ഈ കുറഞ്ഞ വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഉള്ള ആ ഒരു സമീപനം വേറെയാണത്. ഈ യൂത്ത്, സ്റ്റുഡൻസ്, ഇങ്ങനെയുള്ള വലിയൊരു വിഭാഗം വോട്ടേഴ്സ് അവിടെയുണ്ട്. അവർ ദൂരെ ജോലി ചെയ്യുന്നവരും സ്റ്റുഡൻസും പുറത്ത് അങ്ങനെയുള്ളവരൊന്നും ഈ തെരഞ്ഞെടുപ്പിന്, ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വരില്ല. അവർ അങ്ങനെ ഈ കുറഞ്ഞ 7% വോട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ സിംഹഭാഗവും BJPയുടേതായിരിക്കണം. ആ വോട്ടുകൾ ചെയ്യിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അത് BJPയുടെ തീർച്ചയായിട്ടും BJP അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ നഗരസഭ എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻസ് കൊടുക്കുന്ന, വളരെ BJPക്ക് വളരെ ശക്തമായ സാന്നിധ്യമുള്ള ഒരു സ്ഥലമായതുകൊണ്ട്, ശക്തിയുള്ള ഇടമായതുകൊണ്ട്, എന്നാൽ ആ ഒരു കംഫർട്ട് സോണിൽ ഒതുങ്ങി നിന്നപ്പോൾ BJPക്ക് ശക്തി കുറഞ്ഞ മറ്റുള്ള മണ്ഡലങ്ങൾ, മാത്തൂര്, പിരായിരി, കണ്ണാടി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ നഗരസഭയിലെ പോലെ ഒരു ശക്തി വർദ്ധിപ്പിക്കണം, വ്യാപിപ്പിക്കണം എന്ന രീതിയിലുള്ള
ഒരു ആസൂത്രിതമായ പ്രവർത്തനത്തിൽ BJP പിന്നോട്ട് പോയിട്ടുണ്ടാകാം, ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അത് തീർച്ചയായിട്ടും BJP പ്ലഗ് ചെയ്യേണ്ട ഒരു ഘടകമാണത്. കാര്യം എന്നെന്നും ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യൻ ടീം എന്നും സച്ചിൻ്റെ ബലത്തിൽ മാത്രം ഏതെങ്കിലും കാരണവശാൽ സച്ചിൻ പരാജയപ്പെട്ടാൽ, സച്ചിൻ എന്ന് ഔട്ടായി കഴിഞ്ഞാൽ ആ ടീം പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ നഗരസഭ മാത്രമല്ല മണ്ഡലം, ആ നഗരസഭയ്ക്ക് പുറത്തേക്കും ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോയി ഔട്ട് ഓഫ് ദ ബോക്സ് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ശാശ്വതമായി നിലനിൽക്കാനും വിജയിക്കാനും കഴിയുകയുള്ളൂ. അതിന് ഉദാഹരണം കേരളത്തിൽ തന്നെയുണ്ട്. ഇപ്പം തൃശ്ശൂർ BJPയുടെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രമൊന്നും ആയിരുന്നില്ല. അത് 2019 ശേഷമാണ് ആ ലെവലിലേക്ക് വന്നത്. എങ്ങനെയാണ് വന്നത്? തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന ആ ഒരു കരിസ്മ അവിടെ ഒരു ഘടകം മാത്രമാണത്. പക്ഷേ BJP ഇപ്പൊ പറ്റിക്കൊണ്ടിരുന്ന സംഗതി അല്ല കേരളത്തിൽ വേണ്ടതെന്നാണ് താങ്കൾ പച്ചയ്ക്ക് പറയുന്നത്. അല്ല, ഒരു കാര്യമുണ്ട്, ഇതൊക്കെ പാഠങ്ങളാണ്. ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി, ഞാൻ ഒരു കുറച്ച് ക്ലാരിറ്റി ചോദിക്കട്ടെ. അല്ല ഷാബു പ്രസാദ്, ഇപ്പം അവിടെ നോക്കിയ BJP വഖഫ് വിഷയം വലിയ തോതിൽ എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചു. അവിടെ സ്ഥാനാർത്ഥി തന്നെ നമ്മുടെ ആളുകൾ വോട്ട് ചെയ്യുന്നില്ല, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൺസോൾട്ടേഷൻ നടക്കുന്നു പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് അവിടെ സ്വീകരിച്ചത്. അത് പക്ഷേ പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിച്ചില്ല. എന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി മതനിരപേക്ഷമായ മൂല്യങ്ങൾക്ക്, ജനബന്ധിയായ വിഷയങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ BJP ഇവിടെ പറയേണ്ട കാര്യങ്ങളല്ല പറയുന്നത്, അവർ തെറ്റിപ്പറയുന്നു, അതിൻ്റെതായ അനുഭവങ്ങൾ നേടുന്നു എന്നല്ലേ? അല്ലല്ല ഷാദേ, ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ തെരഞ്ഞെടുപ്പിലെ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഇനി ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിർണ്ണയിക്കുന്നതിൻ്റെ അകത്ത് മത താല്പര്യങ്ങൾക്കും മതശക്തികൾക്കുമൊക്കെ അവരുടേതായ റോളുണ്ട്. ആ താല്പര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടേതായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനാവില്ല. അല്ലാതെ അതൊരു വാസ്തവമാണത്. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഈ നാട്ടിലെ കാറ്റിന് പോലും അറിയാവുന്ന കാര്യമാണത്. അത് വിട്, അതൊന്നും അല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം പറഞ്ഞാൽ എന്തുകൊണ്ട് BJPക്ക് ലഭിക്കേണ്ട വോട്ടുകൾ BJPക്ക് ലഭിച്ചില്ല, BJPയുടെ ശക്തി കേന്ദ്രമായ നഗരസഭയിൽ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു, ശക്തി കേന്ദ്രമായ അതുപോലെയുള്ള ശക്തി കേന്ദ്രങ്ങൾ മറ്റുള്ള ആ ശക്തി മറ്റുള്ളിടത്തേക്കും കൊണ്ടുപോകുന്നതിൽ എങ്ങനെ സംഘടനാപരമായി BJPക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഇതൊക്കെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ഒരു കാര്യം കൂടി, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ BJPക്ക് ഇത്രയും വോട്ടുണ്ടോ അതോ ഈ ഫ്ലോട്ടിംഗ് വോട്ടുകളിലാണ് വിശ്വസിച്ചത്? അവ എങ്ങോട്ട് വേണമെങ്കിലും പോകുന്നതായിരുന്നു. അത് വേണമെങ്കിൽ UDFനോ CPMനോ ചെയ്യാതെയോ ചെയ്യുന്നൊക്കെ ഇരുന്ന വോട്ടുകളാണ്. ആ വോട്ടുകൾ ഇത്തവണ കിട്ടിയില്ല, അത്രയല്ലേ ഉള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ ഇതല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പോഴും, അല്ലെങ്കിൽ കൃത്യമായി വീഴുന്ന വോട്ടുകളാണെങ്കിൽ ഈ കേരളത്തിൽ മാറി മാറി മുന്നണികൾ ഭരണത്തിൽ വരില്ലല്ലോ. ഫ്ലോട്ടിംഗ് വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ, അങ്ങനെയുള്ള വോട്ടുകളാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം നിർണ്ണയിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമല്ലേ? ശരി, വി വസീഫ്, പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയുടെ വിജയം നോക്കൂ. BJP എന്ന ഭീഷണിയെ നിലംപരിശാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജയിക്കുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് എന്ന് കാണുക. ആ വിജയം നോക്കൂ. അയാളുടെ ഇലക്ട്രൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് BJP അവരുടെ ഒരു കോട്ട കൊത്തളത്തിൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ പോലും അവർക്കുണ്ടായി വിചാരിച്ച വോട്ടിന് മേലെ കയറി സഞ്ചരിച്ചുകൊണ്ടാണ്. അപ്പോൾ പൊതുവെ മതനിരപേക്ഷ കേരളം അങ്ങേയറ്റം സന്തോഷത്തോടെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നു എന്നെല്ലാവരും പറയുന്നു. നിങ്ങളും ആ നിലയ്ക്കുള്ള ആ വിജയത്തെ ആ നിലയ്ക്ക് വളരെ പോസിറ്റീവായി എടുക്കുന്നുണ്ടോ? നിങ്ങൾ തേർഡ് പൊസിഷനിലാണല്ലോ, നിങ്ങൾക്ക് അത് വളരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിൻ്റെ സാധ്യത കുറച്ച് വളരെ വിദൂരവുമായിരുന്നു. ഈ UDFന്റെ വിജയം BJPയെ പരമാവധി ദുർബലപ്പെടുത്തിക്കൊണ്ടാണെന്നുള്ള ഒരു പോസിറ്റീവ് സൈനായി കാണുന്നുണ്ടോ വസീഫ്? നിഷാദേ, അങ്ങനെ ഒരു പ്രൊപ്പഗണ്ട ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വിജയത്തിലേക്ക് അദ്ദേഹം എത്തിയത്. അതിലെന്താ തർക്കം? അല്ലെങ്കിൽ അങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തില്ല. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ പാലക്കാട് എന്തോ BJP ജയിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുക. മെട്രോമാന് കിട്ടിയ വോട്ട്, അല്ലെങ്കിൽ ആ മെട്രോമാനെ മുൻനിർത്തി BJP ഇടപെട്ടു എന്നതിൻ്റെ അപ്പുറത്തേക്ക് മുനിസിപ്പാലിറ്റിയുടെ അപ്പുറത്ത് ഞങ്ങളും UDFും തമ്മിലല്ലേ മത്സരം? ഞങ്ങളല്ലേ കണ്ണാടിയിലും മാത്തൂരും ഒക്കെ ലീഡെടുത്തത്? അവിടെ യഥാർത്ഥത്തിൽ ഞങ്ങളും UDFും തമ്മിൽ മത്സരം ഉണ്ടാകേണ്ട സാഹചര്യമാണുള്ളത്. BJP അത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ UDFനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ തന്നെ പറഞ്ഞു അവിടെ LDFും UDFും തമ്മിൽ ആ മത്സരം. പക്ഷെ അത് മറികടന്ന് പറയുക എന്നുള്ളതായിരുന്നു അവരുടെ തന്ത്രം. കാരണം BJP പേടിയിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകണം, ആ വോട്ട് ഞങ്ങൾക്ക് കിട്ടണം,
അതുപോലെ ഞങ്ങളാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തോന്നലിലേക്ക്, അല്ലെങ്കിൽ BJP പരാജയപ്പെടുത്താൻ ഞങ്ങൾക്കേ സാധിക്കൂ എന്നുള്ള തരത്തിലേക്ക് അവർക്ക് കൊണ്ടുവരണം. അല്ല, രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന BJP കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായി ഗ്രാജുവലി വിജയിച്ചുകൊണ്ടേയിരിക്കുന്ന BJP ആ BJP-യെ സമ്പൂർണ്ണമായും തള്ളിക്കളയണമായിരുന്നോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പൊസിഷൻ എടുക്കാമായിരുന്നല്ലോ വസീഫ്. ഞങ്ങളും BJP തമ്മിലാണ് മത്സരം, BJP-യുടെ ഒത്ത എതിരാളി CPIM ആണ്, ലെഫ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു പൊസിഷൻ എടുക്കാമായിരുന്നല്ലോ. അതിന് ലോജിക്കലുമാണ്. കാരണം അവര് വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയും രണ്ടാം പൊസിഷനിലുള്ള പാർട്ടിയാണ്. ഇനി ആഭ്യന്തര തർക്കങ്ങൾ മൂലം അവരെ അവഗണിക്കാനാണെങ്കിൽ കോൺഗ്രസിലും ഉണ്ടായിരുന്നു ആഭ്യന്തര തർക്കം. അതായിരുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, ഞങ്ങൾ പറയുന്നത് ഈ BJP എന്തൊക്കെ പറഞ്ഞാലും ജയിക്കാൻ മാത്രമുള്ള വോട്ട് BJP-ക്ക് പാലക്കാട് ഉണ്ടാവില്ല. BJP പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കേന്ദ്രീകരിച്ച് നിൽക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകില്ല. ഞങ്ങൾ വട്ടിയൂർക്കാവിലും നേമത്തുമൊക്കെ BJP-യെ പരാജയപ്പെടുത്തി മുന്നോട്ട് വന്ന സാഹചര്യം നമുക്ക് ഏവർക്കും അറിയാം. ഇവിടെ BJP വിജയിക്കണമെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും ഡീലുകൾ നടക്കണം. ആ ഡീലാണ് തൃശ്ശൂർ നടന്നത്. തൃശ്ശൂരിൽ കോൺഗ്രസ്സുകാർ വിചാരിച്ച് ജയിപ്പിച്ചു കൊടുത്തതാണ് ആരെ? ഈ പറയുന്ന സുരേഷ് ഗോപിയെ. ഇവിടെ നിന്നൊരു സ്ഥാനാർത്ഥിയെ വടകരയ്ക്കും വടകരയിലുണ്ടായിരുന്ന സിറ്റിംഗ് MP-യെ തൃശ്ശൂരിലേക്കും സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപനെ വീട്ടിലിരുത്താനും തീരുമാനിച്ചതൊക്കെ എന്തിനാണ് എന്നുള്ളതായിരുന്നു ഇവിടെയുള്ള ചോദ്യം. ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പിന്നെ ഇവിടെ പറഞ്ഞു ചേലക്കരയിലെ ഞങ്ങളുടെ വിജയത്തെക്കുറിച്ചൊക്കെ. ചേലക്കരയിൽ രാധാകൃഷ്ണേട്ടന് കിട്ടിയ വോട്ട്, രാധേട്ടന് കിട്ടുന്ന വോട്ട് വെച്ചിട്ടാണോ നമ്മൾ അങ്ങനെ ഒരു അദ്ദേഹത്തിന് ആ മണ്ഡലത്തിലുള്ള ഒരു വല്ലാത്തൊരു ആ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ടുള്ള ഒരു ഇന്റിമസി ഉണ്ട്, എല്ലാവരും വോട്ട് ചെയ്യുന്ന രീതിയുണ്ട്. ഇതേ UR പ്രദീപ് അവിടെ വിജയിച്ചത് 10,000 വോട്ടിനാ. അതിന്റെ മുകളിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ഭരണ അനുകൂല തരംഗമുണ്ടാകുന്ന, അല്ലെങ്കിൽ അന്ന് ഞങ്ങൾക്ക് അനുകൂലമായ തരംഗമുള്ള സമയത്ത് പോലും 10,000 വോട്ടിനാണ് UR പ്രദീപ് ജയിക്കുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആന്റി ഇൻകുംബൻസി ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ വലിയ വിജയം ഉണ്ടാക്കുന്നത്. ആ വിജയത്തെ ചെറുതായി കാണാനും അതോടൊപ്പം പാലക്കാട്ടെ വിജയം എന്തോ ഒരു വലിയ മഹത്തായ വിജയമാണ് എന്നൊന്നും പറയുന്നത് ശരിയല്ല. പാലക്കാട് UDF ജയിച്ചു, അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം എന്ന് പറയുന്നത് ന്യൂനപക്ഷ ഏകീകരണം തന്നെയാണ്. ആ ഏകീകരണത്തിനുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. ആ പരിശ്രമത്തിന് അവർ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്, അതിന് നന്നായി അവർ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതോടുണ്ടാകാൻ പോകുന്നത് വലിയ അപകടമാണ്. ഇവിടെ ആദ്യം പ്രകടനം നടത്തിയത് SDPI രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യത്തെ ഭൂരിപക്ഷം അല്ല, BJP-യുടെ അതിൽ BJP-യുടെ വോട്ടാണ്. അല്ല, BJP-യുടെ വോട്ടാണ്, BJP-യുടെ വോട്ടും അല്ല. അതാ ഞാൻ പറഞ്ഞത്, BJP-യെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റി അവർക്ക് ജയിക്കാൻ പറ്റൂ. ഞാനിവിടെ തുടക്കം മുതൽ സൂചിപ്പിക്കുന്നുണ്ട്, ഈ മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ത്രാണിയില്ലാത്തവരാണ് പാലക്കാട്ടെ നിയമസഭയിൽ നിന്ന് ജയിച്ചു വന്നിരുന്ന MLA-യും അവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മുനിസിപ്പാലിറ്റി BJP ഭരിച്ചോട്ടെ, ഞങ്ങൾ നിയമസഭ ഭരിച്ചോളാം എന്നുള്ള ഡീലിലാണ് ഇവർ പോകുന്നത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. അതാ ഇന്ന് പാലക്കാട്ടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞത്, ഇവർ തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ നടന്നിട്ടുണ്ട്. ആ കൊടുക്കൽ വാങ്ങൽ മുനിസിപ്പാലിറ്റി നിലനിർത്തണം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ അവർ ജയിക്കാനുള്ള സാധ്യതയില്ല. അത് എന്ത് തന്നെയാലും മുന്നോട്ട് വരില്ല. പിന്നെ അവർക്കുള്ളിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ആ സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റിക്ക് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് എന്താ? ഞങ്ങൾ വിജയിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയും ഞങ്ങൾ പിടിക്കും എന്ന് തന്നെയാണ്. BJP-യെ പരാജയപ്പെടുത്താൻ, BJP-യുടെ തെറ്റായ നയങ്ങൾക്കെതിരെ ക്യാമ്പയിൻ എടുക്കാനൊന്നും ഇവരെവിടെയും ഇല്ല. പിന്നെ എന്ത് BJP വിരുദ്ധ പോരാട്ടം എന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റിയിൽ ഇവർ ഭരിക്കുന്നുള്ളൂ. ആ മുനിസിപ്പാലിറ്റികളിൽ BJP-ക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരണവും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടുവരുന്നതും ജനവികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതും ആരാ? ഞങ്ങളല്ലേ. ഇവരെവിടെയാ ഉള്ളത്? ഏതെങ്കിലും സമയത്ത് ഇപ്പൊ ഇവർ വികസനത്തെ കുറിച്ച് പറഞ്ഞു, ചേലക്കരയെ കുറിച്ച്, കേരളത്തിലെ ഏറ്റവും മോശം വികസനം നടക്കുന്ന സ്ഥലം ഒന്ന് പുതുപ്പള്ളിയും ഒന്ന് പാലക്കാട്. വേഗം ഈ പാനലിലേക്ക് ചർച്ചയിലേക്ക് വീണ്ടും ഡോക്ടർ ജിൻഡോ ജോൺ ചേലക്കരയിലേക്ക് വന്നാൽ, ചേലക്കരയിൽ നിങ്ങൾ വലിയ തോതിൽ പണിയെടുത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. കാരണം അതൊരു ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയാണെന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞില്ല, ആഞ്ഞ് പണിയെടുക്കുകയും അവിടെ ഒരു നേട്ടമുണ്ടാക്കിയാൽ അത് ഭരണവിരുദ്ധ വികാരം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാനും കഴിയുമായിരുന്നു. പക്ഷേ നിങ്ങൾ നല്ല വൃത്തിയായി തോറ്റുപോയി അവിടെ. അങ്ങനെ തോറ്റുപോകുന്നതിൻ്റെ കാരണം KS മുരളീധരൻ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടായില്ല. എന്ന് വെച്ചാൽ രമ്യ ഹരിദാസിനെ പോലെ ഒരു പരാജയപ്പെട്ട MP ഒന്ന്, രണ്ടാമത്തേത് മതനിരപേക്ഷവാദിയാണ് എന്ന് ജനങ്ങൾ പ്രത്യക്ഷത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ, അങ്ങനെ ഒരാളെ അവിടെ തെരഞ്ഞെടുത്താണോ ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളെ തോൽപ്പിച്ചത്? നിഷാദ്, ഞാൻ ചേലക്കരയെ തന്നെ കുറിച്ച് പറയുന്നത്, അങ്ങനെ ഒരാളാണെങ്കിൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ 10,000 വോട്ടിൻ്റെ അടുത്ത് ഭൂരിപക്ഷം കിട്ടില്ലല്ലോ, അല്ല വോട്ട് അധികം കിട്ടില്ലല്ലോ.
അത് മാത്രമല്ല LDFന്റെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച രാധാകൃഷ്ണന് കിട്ടിയതിനേക്കാൾ 10-26,000 വോട്ട് താഴേക്കും വരില്ലല്ലോ. ഇത് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ CPM-ന് അത്ര ശക്തമായ സംവിധാനമുണ്ട്. കോൺഗ്രസ് അവിടെ ബൂത്ത് തലത്തിൽ സ്ട്രക്ചർ ഉണ്ടാക്കി പണിയെടുക്കുകയാണ് ചെയ്തത്. അത് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ മുഴുവൻ ആളുകൾ കണ്ടിട്ടുള്ളതല്ലേ. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അവസാനത്തെ 2-3 ദിവസം ചേലക്കരയിൽ ക്യാമ്പ് ചെയ്ത് പണിയെടുത്തത്? അതിൻ്റെ 4-1 അധ്വാനം അവർ സത്യം മൊകേരിക്ക് വേണ്ടിയിട്ട് വയനാട്ടിൽ എടുത്തില്ലല്ലോ, ലോക്സഭാ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തോറ്റു പോകുന്നുള്ള പേടി CPM-നും മുഖ്യമന്ത്രിക്ക് അടക്കമുണ്ടെന്നേ, അതിലൊരു തർക്കവും വേണ്ട. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വസീഫ് ഞങ്ങളെ ആക്ഷേപിക്കുന്നത് ഒരു കാര്യം കൂടി, രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം പാളിപ്പോയിട്ടില്ല, അത് പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നു, നിങ്ങളുടെ പാർട്ടി വിശ്വസിക്കുന്നു ഇപ്പോഴും? തീർച്ചയായിട്ടും നിഷാദ്, ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റിനെ മത്സരിപ്പിച്ചിട്ട് അവർ ഇലക്ഷൻ തോറ്റു കഴിയുമ്പോൾ അന്ന് വൈകിട്ട് അവരുടെ സ്ഥാനാർത്ഥിത്വം പാളിപ്പോയി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇളിബിയറായിട്ടുള്ള മനുഷ്യരല്ലെന്നേ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി തോറ്റെന്ന് ഓർത്ത് ഞങ്ങൾ അവരെ പെരുവഴിയിൽ വിടണോ? അങ്ങനെയല്ല. ഞങ്ങൾ രമ്യ ഹരിദാസ് കോൺഗ്രസിൻ്റെ ഇതിനു മുമ്പ് ആലത്തൂർ MP ആയിരുന്നല്ലോ. അവരുടെ ജനകീയതയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ അവർക്ക് 10,000 വോട്ട് അധികം പിടിക്കാൻ പറ്റിയേ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയേക്കാൾ. മാത്രമല്ല LDFന്റെ വോട്ട് 26,000 വോട്ട് കുറയ്ക്കാൻ പറ്റിയില്ലേ? അതും പറ്റിയല്ലോ. അപ്പോൾ അവർ തീരെ മോശപ്പെട്ട കാൻഡിഡേറ്റ് അല്ല. CPM-ന്റെ അത്രയും വലിയൊരു കോട്ടയിൽ 28 വർഷമായിട്ട് അവർ ഭരിക്കുന്ന ഒരു കോട്ടയിൽ എന്ത് വന്നാലും CPM-നെ വോട്ട് ചെയ്യുമെന്ന് തീരുമാനിച്ച മനുഷ്യരുടെ ഇടയ്ക്ക് ഇറങ്ങി മത്സരിച്ച് അത്രയും വോട്ട് നേടിയ ഒരു സ്ഥാനാർത്ഥി മോശപ്പെട്ട സ്ഥാനാർത്ഥിയാകുന്നത് എങ്ങനെയാണ്? അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരെ ആക്ഷേപിക്കുന്നതിനൊന്നും ഞാൻ സമയം കളയുന്നില്ല. അതെൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിന് ചേർന്നതുമല്ല. ഇനി വസീഫ് പറഞ്ഞ കാര്യത്തിലേക്ക് എനിക്ക് വരാനുള്ള അവസരം താങ്കൾ തരണം. ഇവിടെ BJP വിരുദ്ധ ക്യാമ്പയിൻ കോൺഗ്രസ് എടുത്തില്ല എന്ന വസീഫ് പറയുന്നത്. പിന്നെ ഞങ്ങൾ നീലപ്പെട്ടി ഉയർത്തി കാണിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഞങ്ങൾ പാലക്കാട് ജയിച്ചത്? BJP-യുടെ കോട്ടയിൽ പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് BJP-ക്കാർക്ക് വരെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാകരുതെന്ന് BJP-ക്കാർക്ക് പോലും തോന്നിയിട്ടുണ്ട്. അല്പം മനസാക്ഷിയുള്ള BJP-ക്കാർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾ എന്താ പ്രചരണം നടത്തിയത്? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടിക്കകത്ത് എന്താണുള്ളതെന്ന് അന്വേഷിക്കാൻ പോയി. നിങ്ങൾ കൊടകര കുഴൽപ്പണത്തെ കുറിച്ചിട്ട് ഒരു വാക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉരിയാടിയോ? ആ തിരൂർ സതീഷ് എത്ര ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞത് അതിന് തുടരന്വേഷണം നടത്തുന്നത് നിങ്ങളുടെ സർക്കാർ പറഞ്ഞില്ലേ? എന്നിട്ട് തുടരന്വേഷണം നടത്തിയോ? നിങ്ങൾ K. സുരേന്ദ്രനെതിരെ ഒന്ന് അറ്റാക്ക് ചെയ്ത ഒരു സംസാരം ഉണ്ടായോ? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ എയിം ചെയ്ത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് CJP എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ നിന്നത്? CPM-ഉം BJP-യും കൂടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ പരസ്പരം CPM-ഉം BJP-യും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രസ്താവന നിങ്ങളുടെ നേതാക്കന്മാരുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടോ? എല്ലാ ഘട്ടത്തിലും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, താങ്കൾ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് അല്ലല്ലോ, ക്ഷമിക്കണം, SDPI-ക്കാർ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ ഏതോ പള്ളിയിൽ നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞ് 2 നോട്ടീസ് പൊക്കി കാണിച്ചല്ലോ. നിങ്ങൾ ആ ചേലക്കരയിൽ ന്യൂനപക്ഷ മോർച്ചക്കാർ നിങ്ങൾ വഴിമരുന്നിട്ട് കൊടുത്ത, നിങ്ങൾ ഭൂമി ഒരുക്കി കൊടുത്ത, നിലം ഒരുക്കി കൊടുത്ത വഖഫ് ബില്ലിന്റെ പേരിൽ, മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിന്റെ പേരിൽ അവരൊരു നോട്ടീസ് ഇറക്കില്ലോ. വസീഫിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഉയർത്തി കാണിച്ചേ. വസീഫ് ഒരു മതേതരവാദിയാണല്ലോ, മതനിരപേക്ഷവാദിയാണല്ലോ. നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ BJP-ക്കെതിരെ അടിച്ച നോട്ടീസ് പൊക്കി കാണിച്ചപ്പോ നിങ്ങൾ ന്യൂനപക്ഷ മോർച്ചക്കാര് ചേലക്കരയിൽ ക്രിസ്ത്യൻ വീടുകൾ മാത്രം തെരഞ്ഞുപിടിച്ച് വീട് കയറി വിതരണം ചെയ്ത ആ നോട്ടീസ് ഒന്ന് പൊക്കി കാണിച്ചേ. എനിക്ക് സമയം തരണേ. ആർക്കെതിരെങ്കിലും അല്ല, ആ നോട്ടീസ് നിങ്ങൾ കാണിക്ക്. ഞാനൊന്ന് വസീഫിന്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുൻപേ കുറച്ചുകൂടി ഞാൻ ചേലക്കരയിലേക്ക് ചേലക്കരയിലെ UDF-ന്റെ സ്ട്രാറ്റജി എവിടെയാണ് എന്നായിരുന്നു ഞാൻ ഇല്ല ഞാനൊന്ന് പറയാം. ആനന്ദ് ഇതിനകത്ത് ഈ ചേലക്കരയിലെ UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളലുണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ അതിനകത്തുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി ബെറ്റർ കാൻഡിഡേറ്റിനെ അവതരിപ്പിച്ചാൽ പാലക്കാട് ചേലക്കരയിൽ താങ്കളെ വേഗം പൂർത്തിയാക്കും, നീണ്ടുപോകുന്നുണ്ട് ജിൻഡോ, അതാണ് പ്രശ്നം. വേഗം പൂർത്തിയാക്കും. ഞാനൊരു 30 സെക്കൻഡ്. വസീഫ് ഇത്രയും നേരം പറഞ്ഞപ്പോൾ താങ്കൾ സമയം എടുത്തു നോക്കിക്കോ. വസീഫ് ഇത്രയും നേരം പറഞ്ഞില്ലേ അവർ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി ഷാഫിയെ വടകര തോൽപ്പിക്കാൻ നോക്കിയ പോലെ സിറാജ് പത്രത്തിലും സുപ്രഭാതം പത്രത്തിലും ഒക്കെ വാർത്ത കൊടുത്തത്. അതുപോലെ തന്നെ അവിടെ ന്യൂനപക്ഷ മോർച്ചക്കാർ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നോട്ടീസ് വിതരണം ചെയ്തിട്ട് ഈ സർക്കാരിന്റെ പ്രതിനിധികൾ, ഈ പാർട്ടിയുടെ പ്രതിനിധികൾ എന്ത് നിലപാടെടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ ഇന്നലെ കമ്മീഷനെ വെച്ചല്ലോ. ആ പ്രദേശത്തെ മനുഷ്യരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ചർച്ച നടത്തിയിട്ടാണ് വെച്ചത്. ഈ വിഷയം വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ഇവിടെ RSS-ന് വേണ്ടിയിട്ടുള്ള, BJP-ക്ക് വേണ്ടിയിട്ടുള്ള, സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള നിരമൊഴുക്കി കൊടുത്ത് CPM ആണ്. അതിനൊരു സംശയവും വേണ്ടല്ലോ. നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി എന്ന് പറയുന്നു, ഭൂരിപക്ഷ പ്രീണനം നടത്തി എന്ന് പറയുന്നു. എങ്ങനെയാ ഒരു പാർട്ടിക്ക് 2 പക്ഷത്തെയും പ്രീണിപ്പിക്കാൻ പറ്റുക? ഇവിടെ ഞങ്ങൾ ജനങ്ങളെയാണ് പ്രീണിപ്പിച്ചത്. പാലക്കാട് മണ്ഡലത്തിലെയും ചേലക്കര മണ്ഡലത്തിലെയും വയനാട് മണ്ഡലത്തിലെയും ജനങ്ങളോട് ഞങ്ങൾ പൊളിറ്റിക്കൽ കോസസ് പറഞ്ഞു, അവർ ഞങ്ങളോടൊപ്പം നിന്നു. നിങ്ങൾ ഏത് കോസസാണ് പറഞ്ഞത്? നിങ്ങൾ പെൻഷനെ കുറിച്ച് പറഞ്ഞോ? നിങ്ങൾ ലൈഫ് മിഷനെ കുറിച്ച് പറഞ്ഞോ?
പറഞ്ഞോ? നിങ്ങൾ വിലക്കയറ്റത്തെ കുറിച്ച് പറഞ്ഞോ? നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തെ കുറിച്ച് പറഞ്ഞോ? മനുഷ്യർ ബന്ധപ്പെടുന്ന ഏത് വിഷയത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെട്ടി തെരയാൻ പോയ നേരമെങ്കിലും നിങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ പറയണ്ടായിരുന്നോ? ശരി, ഞാൻ ശ്രീ ആനന്ദന്റെ ചോദ്യം അപ്പുറത്തേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ശ്രീ ആനന്ദന്റെ ചോദ്യം ഈ ചേലക്കരയെ കുറിച്ചാണ്. ചേലക്കരയിൽ UDF പാളിയത് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലാണോ ഒന്നാമത്? ചേലക്കരയിൽ അവരുടെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് തുടക്കം മുതൽ കോൺഗ്രസിന് തന്നെ അറിയാമായിരുന്നു. പക്ഷേ അവർക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അവർക്ക് അവിടെ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കുറേയൊക്കെ തിരയാൻ നോക്കി. പക്ഷേ അവിടെ പഴയന്നൂർ പഞ്ചായത്തൊക്കെ അവർ ഭരിക്കുന്ന പഞ്ചായത്താണ്. പക്ഷേ എന്നിട്ട് പോലും അവർക്കവിടെ ലോക്കലി ഗ്രൂം ചെയ്തെടുത്ത ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് കിട്ടിയില്ല. അവർ ഷാനിമോൾ ഉസ്മാൻ്റെ ഒരു മോഡൽ സ്വീകരിച്ച് അവരെ അരൂര് ജയിപ്പിച്ചെടുത്തതുപോലെ രമ്യ ഹരിദാസ് ആലത്തൂർ തോറ്റു, ഇനിയിപ്പോൾ ഇവിടെ ചേലക്കരയിൽ ജയിക്കും എന്ന തരത്തിലുള്ള ഒരു സമവാക്യം ഉണ്ടാക്കി അത് തന്നെ ആവർത്തിച്ച് അവർ തന്നെ വിശ്വസിച്ച് രമ്യയെ അവർ വിജയിപ്പിച്ചെടുക്കാൻ നോക്കി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെ ബൂത്ത് കമ്മിറ്റികൾ മുതൽ അവർ ഉണ്ടാക്കി 6000 വോട്ടുകൾ ചേർത്തു, അതിൽ 5000 5500 ലിസ്റ്റിൽ വന്നു. ഇതെല്ലാം ശരിയാണ്. പക്ഷേ എന്നിട്ട് പോലും അവർക്ക് പോളിംഗ് അല്ലെങ്കിൽ അവർക്ക് വോട്ടിംഗ് ഉയർത്താൻ പറ്റിയില്ല. ഇവിടെ ഒരു കാര്യം ജിൻഡോ നേരത്തെ പറഞ്ഞൊരു കാര്യം വളരെ വളരെ കറക്റ്റാണ്. അത് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ കാര്യത്തിൽ വളരെ അലംഭാവം കാണിച്ചു എന്ന് ഞാൻ പറയും. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ ചാനലുകളും ചേലക്കരയിൽ പോയി 497 പട്ടികജാതി കോളനികൾ ഉള്ള ആ പട്ടികജാതി കോളനികളുടെ അവസ്ഥ മീഡിയ വൺ ഉൾപ്പെടെ ഏതെങ്കിലും ചാനൽ അത് പുറത്ത് കാണിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി ഇതിനു മുമ്പ് പുതുപ്പള്ളി എന്തോ ഓണംകേറ മൂലയാണെന്നുള്ള രീതിയിലാണ് അന്ന് ജയിക്കിൻ്റെ ക്യാമ്പയിൻ നടന്നപ്പോൾ ഉണ്ടായ സംസാരം. പാലക്കാട് ഇപ്പോൾ വലിയ കുറ്റങ്ങൾ പറയുന്നു. അവിടെ ഹോസ്പിറ്റൽ, സ്റ്റേഡിയം, അത് ഇത് ഒത്തിരി ഉണ്ടാകാം. ഒത്തിരി കാര്യങ്ങൾ ഓരോ സ്ഥലത്തും കുറേ വികസന പ്രശ്നങ്ങൾ ഉണ്ടാകാമല്ലോ. ഈ ചേലക്കര എന്ന് പറയുന്ന CPMന് അടിമകളെ പോലെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ, വളരെ നല്ല മനുഷ്യർ, അവർക്ക് 500 രൂപയ്ക്ക് ദിവസക്കൂലിക്ക് പോലും നമ്മുടെ നാട്ടിൽ ബീഹാറികളും ബംഗാളികളും വന്നിട്ട് 1000 രൂപ ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിൽ 500 രൂപ ദിവസക്കൂലിക്ക് അവർക്ക് പണിക്ക് പോകാൻ അവർക്ക് അവസരമില്ലാത്ത ആൾക്കാർ അവിടെ ഉണ്ട്. മീഡിയ വണ്ണിൻ്റെ നിങ്ങളുടെ യൂണിറ്റുകൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റോറി പുറത്തു കൊണ്ടുവന്നില്ല? ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ അട്ടപ്പാടിയിൽ മാത്രമല്ല കേരളത്തിൽ ഈ വികസനം. ആളുകൾ അവരുടെ രാഷ്ട്രീയ ബോധ്യം കൊണ്ട് തെരഞ്ഞെടുക്കുന്ന ആനന്ദ് കൊച്ചുകൂടി ആളുകളുടെ രാഷ്ട്രീയത്തെ, രാഷ്ട്രീയമായ തീരുമാനത്തെ, അവരുടെ രാഷ്ട്രീയമായ ബോധ്യം കൊണ്ട് അവർ തെരഞ്ഞെടുക്കുന്ന ഒരു പാർട്ടിയെ അതിന് അടിമകളെന്നൊക്കെ വിളിക്കുന്നതിൽ പ്രശ്നമുണ്ടെന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ കേട്ടോ. സന്തോഷം. അല്ല, ഇത് ഈ തമിഴ്നാട്ടിൽ നിഷാദ് എപ്പോഴും ഈ ഔട്ട് ഓഫ് ഫോക്കസിലൊക്കെ പറയാറ് തമിഴ്നാട്ടിലെ ആൾക്കാർ ഭയങ്കര ഉദാത്തമായ ആൾക്കാരാണ്. കാരണം അവരുടെ പ്രത്യയശാസ്ത്ര ബോധ്യം, ഈ പ്രത്യയശാസ്ത്ര ബോധ്യം എന്ന് വെച്ചാൽ അതൊരു അടിമത്തമാകരുത്. പണ്ട് MA ജോൺ പറയുകയായിരുന്നു, അച്ചടക്കം അടിമത്തമല്ല. അതുപോലെ ഈ പ്രത്യയശാസ്ത്ര ബോധ്യം എന്ന് പറഞ്ഞാൽ അത് അടിമത്തമല്ല. നമ്മൾ ലോജിക്കലി റീസൺ ചെയ്യാനും ചിന്തിക്കാനും ഓരോ മനുഷ്യനും പറ്റണം. അല്ലാതെ എൻ്റെ പിതാവ് ഒരു കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ എൻ്റെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് എന്ന് പറഞ്ഞ് അന്ധമായിട്ട് വോട്ട് ചെയ്യുന്ന അങ്ങനെ പറയുമ്പോഴും ഒരു ചോദ്യമുണ്ട്. അടിമത്തം ഉപേക്ഷിക്കണമെന്ന് ആനന്ദ് പറയുന്ന സമയത്ത് അവരാരെയാണ് പകരം ഓപ്റ്റ് ചെയ്യേണ്ടത്? എത്രയോ നാടുകളിൽ, എത്രയോ മണ്ഡലങ്ങളിൽ ഇതുപോലെ അടിമകളെ പോലെ മനുഷ്യരെ വെച്ച് ഹോൾഡ് ചെയ്യുന്ന പാർട്ടികളോ? പിന്നെ അപ്പുറത്തുള്ളത് BJPക്കോ കോൺഗ്രസിനോ? രാഹുൽ ഗാന്ധി ജയിച്ച റായ്ബറേലിയിലെ പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അത് കണ്ടിട്ട് വേണോ ഇനി ചേലക്കരയിൽ പകരം രമ്യ ഹരിദാസിനെ ചൂസ് ചെയ്യണോ? അതോ ഇനിയിപ്പോ എത്രയോ നാടുകളിൽ BJP ആളുകളെ അടിമകളെ പോലെ വെച്ചിരിക്കുന്നു, അങ്ങനെ കണ്ടിട്ട് നമ്മളിപ്പോ അവിടുത്തെ ബാലേന്ദ്രനെ വോട്ട് ചെയ്യണോ? അല്ല, ഇവിടെ ഇപ്പോൾ BJP കോൺഗ്രസും തമ്മിലല്ലല്ലോ ഇവിടുത്തെ ചോയ്സ്, അല്ലെങ്കിൽ BJPയും CPMും തമ്മിലല്ലല്ലോ ചോയ്സ്. ഇവിടെ 3 ചോയ്സുകളുണ്ടല്ലോ. 3 ചോയ്സിൽ 2 ചോയ്സ് സെക്യുലർ ചേരിയിലാണ് എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ ഒരു ചേരിയിൽ നിന്ന് മറ്റൊരു ചേരിയിലേക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പാലക്കാട് എന്തെങ്കിലും അവർക്ക് അവരുടെ വോട്ടർമാർക്ക് ഇതേ ചിന്താഗതി തോന്നുകയാണെങ്കിൽ അവർക്ക് CPMന് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. കേരളത്തിൽ ഉത്തരേന്ത്യയിലെ പോലെ അല്ലല്ലോ. അപ്പോൾ ഈ അടിമത്തം എന്ന് പറയുന്നത് അതെന്തോ പ്രത്യയശാസ്ത്ര ബോധ്യമാണ്, അതെന്തോ ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. എന്തായാലും എല്ലാവരും ചിന്തിക്കുകയും ചിന്താശേഷിയുള്ള ആൾക്കാരാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അവരിടയ്ക്കിടയ്ക്ക് മാറ്റി കുത്തുന്നത് കൊണ്ട് തന്നെയാണ് കേരളം ബംഗാളാകാത്തത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, വസീഫ്, ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം എന്താണ് വസീഫ്? ഞാൻ ചോദിക്കുന്നത്, വർഗീയത എന്ന് പറയുന്ന സംഗതിയെ ആരെടുത്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചാലും, അത് ആരായാലും
അവർക്ക് സാധ്യതയില്ല എന്ന് കേരളം പറയുകയല്ലേ വസീഫ്? അതിപ്പോൾ വഖഫ് വിഷയത്തിലായാലും എന്തിലായാലും. നിഷാദ്, ഇവിടെ പറയാനുള്ളത്, ഇവിടെ രണ്ട് പ്രതിനിധികൾ കോൺഗ്രസിന് വേണ്ടി 2 പേരാണ് സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി സമയം തരണം. ഇവിടെ മാധ്യമപ്രവർത്തകൻ എന്നൊക്കെ അല്ല, പറഞ്ഞ് എടുക്കുന്ന വസീഫെ, ആളുകളുടെ ചർച്ചയൊക്കെ നാണമില്ലേ നമുക്കറിയാം ഇങ്ങനെ എന്താണെന്ന്. ഒരു പൂർണ്ണമായും കോൺഗ്രസ് ആളെ ഇങ്ങനെ അല്ല. ചാപ്പയടിക്കാൻ? നിങ്ങളുടെ നാണത്തെ കുറിച്ച് ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങളുടെ നാണോ നിങ്ങളുടെ ഉറുപ്പോ എന്താണെന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നാണമില്ലാതെ മിണ്ടാതിരിക്ക്, നാണമില്ലാതെ മിണ്ടാതിരിക്ക്. നിങ്ങൾ കോൺഗ്രസ്സുകാരനല്ലേ? നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ തമ്മിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്ന ഒരു പരിപാടിയാക്കി ഇതിനെ മാറ്റരുത്. കാലമേ കഴിഞ്ഞു പോയതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയൂ വസീഫ്. നിങ്ങൾക്ക് ആനന്ദ് കൊച്ചുകൂടി വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് ശരിയായ ഭാഷയിൽ പറയൂ. താങ്കളുടെ പോയിന്റ് പറയൂ. അതെ, ഞാൻ പറയാം. അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് സമയം വേണം എന്നുള്ളതാ. CPM വോട്ട് ചെയ്യുന്നവർ അടിമകളെ പോലെയൊക്കെ പറയുന്ന ആളെ പിന്നെ കോൺഗ്രസ്സുകാരാണെന്ന് പോലും പറയാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ ജിൻഡോ പറഞ്ഞു എന്താ സുരേന്ദ്രനെ പറ്റിയൊക്കെ, കൊടകര പണത്തിനെ കുറിച്ചൊക്കെ 23 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതാ ആ കേസിൽ. എന്നാൽ ഈ സുരേന്ദ്രൻ നിങ്ങളുടെ നേതാവിനെതിരെ, ഷാഫി പറമ്പിലിനെതിരെ 4 കോടിയുടെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു കേസ് പോലും കൊടുക്കാൻ, അങ്ങനെയാണ് എല്ലാത്തിലും ഇവർ ചോദിക്കും ഓരോ വാചകത്തിലും നിങ്ങൾ കേസ് കൊടുത്തോന്ന്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല, ഒരു കേസ് പോലും കൊടുത്തിട്ടില്ല. ഈ 4 കോടി കൊണ്ടുകൊടുത്തു എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പെട്ടി പറയുന്നു. 50 മീറ്റർ ദൂരത്തേക്ക് സഞ്ചരിക്കാൻ 3 വാഹനമാണ് നിങ്ങൾ മാറിക്കയറിയത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുരൂഹതയുണ്ട്. നിങ്ങളുടെ കത്ത് പുറത്തു വന്നതുപോലെ നിങ്ങളുടെ പണമിടപാടും പുറത്തു വന്നത് തന്നെയാ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുരൂഹതയുണ്ടെന്നൊക്കെ വസീഫ് പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ദുരൂഹതയില്ലാതെ 18,000 വോട്ടിൽ ഇദ്ദേഹത്തെ ജയിപ്പിച്ചു നിർത്തിയിരിക്കുക. അല്ല, ഞങ്ങൾക്ക് അല്ല അതൊക്കെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. അതിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇന്ന് നിങ്ങളുടെ ജയിച്ച സ്ഥാനാർത്ഥി ആദ്യം പോയത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിലാ. ഞാൻ പറഞ്ഞു ആദ്യം പ്രകടനം നടത്തിയത് SDPI. ഈ SDPIക്ക് പാലക്കാട് വല്ലാത്ത സ്വാധീനമുണ്ട്. അപകടകരമായ കളിയാണ് SDPI പാലക്കാട് കളിക്കുന്നത് എന്നൊക്കെ ഇതിനു മുൻപും ഞങ്ങൾ പറഞ്ഞതാ. പാലക്കാട് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ബോധപൂർവമായി കൊലപാതകത്തിന് ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ, അതിൽ SDPI ഉണ്ട്, RSS ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ കേരളത്തിന്റെ സ്വൈര ജീവിതത്തെ, ഈ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഈ സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വിഭാഗമാണോ? അവരെ കൂട്ടുപിടിക്കരുത് എന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അവരെ കൂട്ടുപിടിച്ച് നിങ്ങൾ നേടുന്ന വിജയം ഭാവിയിൽ ഈ കേരളത്തെ തകർക്കുന്നതിന് തുല്യമാണ്. ഇപ്പൊ നിങ്ങൾ ജയിച്ചു, ശരി, ഇനിയെങ്കിലും നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല. BJP പാളയത്തിൽ നഗരസഭയിലെ 4ാം വാർഡിൽ 4ാം റൗണ്ടിൽ തുടങ്ങിയിട്ടുള്ള വിജയത്തിന്റെ ഘോഷയാത്രയാണിത്. ഈ SDPI-യും ഞാൻ ഇടയ്ക്ക് പറയുന്നതിനെ കുറിച്ച് വസീഫ് അഡ്രസ് ചെയ്യണം. ഞാൻ പറയുന്നത് വസീഫ് ഏതെങ്കിലും പ്രത്യേകമായ മുസ്ലിം ഗ്രൂപ്പുകളെ മാത്രം ചേർത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് BJPക്ക് ഉണ്ടായിട്ടുള്ള പരിക്കിനെ എങ്ങനെയാണ് വസീഫ് അഡ്രസ് ചെയ്യുന്നത് എന്ന ചോദ്യമുണ്ട്. അല്ല വസീഫ്, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം. ഇല്ലില്ല വസീഫ, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം, അല്ലാതെ പറ്റില്ല. അല്ല, ഞാൻ ഇടയ്ക്ക് പറയുന്ന പോയിന്റ് താങ്കൾക്ക് അഡ്രസ് ചെയ്യണം. കാരണം ഇവിടെ BJPക്ക് ഉണ്ടായിട്ടുള്ള തകർച്ചയെ കൂടി കാണണമല്ലോ. ഏതെങ്കിലും ഒരു പ്രത്യേക മുസ്ലിം ഗ്രൂപ്പുകളെ മാത്രം ചേർത്തുണ്ടാക്കിയ വിജയമല്ല ഇത് നമുക്ക് BJP ഉയർത്തി വെച്ച വർഗീയ രാഷ്ട്രീയത്തിന് ഇടയിൽ കയറി നിന്നുകൊണ്ട് അതിന്റെ അടിത്തറ മാന്തി ഉണ്ടാക്കിയ വിജയമാണ്. അങ്ങനെ കൂടി കാണണ്ട ഇതിനെ. അതാ ഞാൻ പറഞ്ഞത് നിഷാദെ, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്ന, ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം കോൺഗ്രസ് മാത്രം ജയിച്ച ഒരു മണ്ഡലമാണല്ലോ പാലക്കാട്. വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുന്നു. ഈ മെട്രോമാൻ മത്സരിച്ച സമയത്ത് മാത്രമാണ് ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകുന്നത്. ആ മണ്ഡലത്തിൽ ഇവർ മത്സരിക്കുന്ന സമയത്ത് എന്തിനായിരുന്നു ഇവർ SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചത് എന്നുള്ളതാ ചോദ്യം. അതിനൊരു മറുപടി പറയണ്ടേ? അവരുടെ വോട്ട് വേണ്ട എന്നവർ ആർജവത്തിൽ പറഞ്ഞാൽ ഒരുപോലെ RSS-നെയും ഈ പറയുന്ന SDPI-യെയും ചെറുത്തുകൊണ്ട് ഇവർക്ക് വിജയം നേടാനുള്ള കോൺഫിഡൻസ് ഇവർക്കുണ്ടെങ്കിൽ ഷാബു പ്രസാദ്, ഞാൻ അവസാനത്തിലേക്ക് വരാണ്. ഷാബു, ഇതിനകത്ത് BJP-യിൽ ഒരു സമൂലമായ മാറ്റത്തിന്റെ കാഹള ഊതുന്നതാണോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? എന്തായാലും BJP ഇതിനെപ്പറ്റി ഇരുത്തി തന്നെ ചിന്തിക്കും. തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന
അസംബ്ലി തിരഞ്ഞെടുപ്പിലും അതിൻ്റേതായ കറക്റ്റീവ് ആക്ഷൻസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണെന്നേ ഈ BJP 2 സീറ്റിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു കക്ഷിയായിട്ട് വളർന്നത്. പരമ്പരാഗതമായി ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് വളരെ ആസൂത്രിതമായി ദീർഘവീക്ഷണത്തോടുകൂടി ദീർഘകാല ലക്ഷ്യങ്ങളോടുകൂടി വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് BJP ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ തോറ്റ് ജയിച്ച ഒരു കക്ഷിയാണ് ശരി, BJP. എന്തായാലും BJP അതിനകത്ത് എന്തുമാത്രം ചേഞ്ചസ് എടുക്കാൻ പോകുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ഉറ്റുനോക്കണം. സമയം കഴിഞ്ഞ നടപടി കാണും. താങ്ക് യു ഷാബു പ്രസാദ്, ജിൻഡോ, ജോൺ, വസീഫ്, ശ്രീ ആനന്ദ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനിടവേള.